സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ, അനുഗ്രഹങ്ങൾ ഒഴുകുന്ന ഈ ദുഃഖമുള്ള ദിനത്തിൽ നമ്മെ മുഴുവനായും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു തിരുക്കുരിശിലേക്ക്, തിരുമുറിവിലേക്ക് നമുക്ക് നോക്കാം. യോഹന്നാൻ 19:34 വചനം. പടയാളിൽ ഒരുവൻ അവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടുന്ന് ചോരയും വെള്ളവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് നോക്കിക്കൊണ്ട്, തിരുഹൃദയത്തിൻ്റെ തിരുമുറിവിലേക്ക് നോക്കിക്കൊണ്ട്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം, നമ്മുടെ സഹനങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന വലിയ സഹനപീഡാനുഭവങ്ങളെ കർത്താവിൻ്റെ തിരുമുറിവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ദുഃഖവെള്ളി ആചരിക്കാം. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും തിരുക്കുരിശിലൂടെ ഒഴുകുന്ന സൗഖ്യവും വിടുതലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സ്തുതിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ പങ്കെടുക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാനതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ ഉള്ളുകളിൽ പനിനീർപ്പുവോ, വേദനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാനതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ ഉള്ളുകളിൽ പനിനീർപ്പുവോ,
Crucified, laid behind the stone, you live to die, rejected and alone like a rose, trampled on the ground. You took the fall, thought of me above all. Crucified, laid behind the stone, you live to die, rejected and alone like a rose, trampled on the ground. You took the fall, thought of me above all. കരമുയർത്തുന്ന യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരുടെയും സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും മനസ്സിൻ്റെ ഭാരങ്ങളും ജീവിത ഭാരങ്ങളും ഒറ്റപ്പെടലുകളും തകർച്ചകളും എല്ലാം കർത്താവേ നിന്റെ വിടാസഹനങ്ങളോട് ചേർത്ത് വയ്ക്കുന്നു. നിന്നെപ്പോൾ നിശബ്ദമായി സഹിക്കുവാനുള്ള ശക്തി ഗുണമേ, പ്രത്യാശയോടെ സഹിക്കുവാനുള്ള ശക്തി സഭയ്ക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിക്കാൻ ഒരിക്കൽ കൂടി. ഹല്ലേലൂയ, ഉച്ചത്തിൽ ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു വീണ്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയരട്ടെ, ബന്ധനങ്ങളും ഒത്തുവരിയട്ടെ. സ്വരനാമത്തിൽ യേശുവിന്റെ രക്തത്തിൽ crucified, laid behind the stone, you live to die, rejected and alone like a rose, trampled on the ground. You took the fall, thought of me above all.
മനുജന്റെ നന്മ മരീചികയോ നൽകേണമേ നിന്റെ സഹനയാഗത്തിൻ സർവം സഹിക്കുന്ന മൗനശക്തി നൽകേണമേ നിന്റെ സഹനയാഗത്തിൻ സർവം സഹിക്കുന്ന മൗനശക്തി ഇന്നും തുടിക്കുന്ന പ്രിയ സഹോദരർക്ക് ഇന്നിപ്പോഴവരോട് ക്ഷമിക്കാൻ ഞാൻ മനുജനല്ലേ ദൈവകൃപ തരണേ ആത്മനികേതനം അറിയുമെൻ ദൈവമേ കാണണേ കണ്ണീരിൻ സത്യസാക്ഷി അമ്മേ ദൈവമാതാവേ കുരിശിന്റെ ചുവട്ടിൽ നിന്ന ദൈവത്തിന്റെ പുത്രി കണ്ണുനീരിന്റെ കണ്ണുനീരിന്റെ ആ സമയത്ത് മരിക്കുന്നവളെ സഹന വഴികളിലൂടെ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന എന്റെ സഭയ്ക്ക് വേണ്ടി നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സഹനങ്ങളുടെ കുരിശുമരണങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ സമീപത്ത് അമ്മയുണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയും സഭ മുഴുവന് വേണ്ടിയും നിന്റെ തിരുക്കുമാരനോട് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണമേ. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും പ്രത്യാശ കൈവിടാത്ത പരിശുദ്ധ അമ്മേ, സഹനത്തിന്റെ തീച്ചൂളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് നിരാശയോ ദുഃഖമോ ഭയമോ ഉണ്ടാകാതിരിക്കുന്നതിനും എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുവാനുള്ള കരുത്തും ശക്തിയും നൽകണമേ. വലിയ കുടുംബ പ്രശ്നങ്ങൾ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോരും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് തിക്താനുഭവം ഉണ്ടായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിനെ പോലെ ഒറ്റപ്പെട്ടവരായി കഴിഞ്ഞു വരുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വലിയ ഏകാന്തതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക പീഡകളിലും ദുഃഖങ്ങളിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയിലിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഷണറികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല മെത്രാന്മാർക്ക് വേണ്ടിയും വൈദ്യർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖവെള്ളിയുടെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും കൃപകളും നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്ന ദിനത്തിൽ നമുക്ക് വളരെ ഗൗരവമേറിയ ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നൊരു പ്രേരണ, എല്ലാവരുടെയും സഹനങ്ങളെ കർത്താവിൻ്റെ തിരുക്കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനാണ്. ഇന്നാളുകൾ എൻ്റെ അടുക്കിലേക്ക് ഒരുപാട് ആളുകൾ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒത്തിരിയേറെ കരയുന്ന ജീവിതം, അസഹനീയമായ മാനസിക പീഡ അനുഭവിക്കുന്ന ഒരുപാട് യുവതികൾ, യുവാക്കൾ, ഡൈവോഴ്സിൻ്റെതായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, ഒരുപാട് മാരക പാപങ്ങളുടെ പിടിയിൽപ്പെട്ട് കരകയറാൻ പറ്റാതെ വിഷമിക്കുന്ന യുവാക്കൾ, യുവതികൾ, ജോലി പ്രശ്നങ്ങൾ, വിവാഹ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നരകിക്കുന്നവർ, ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കെണികളിൽ പെട്ടുപോയവർ, ഒത്തിരിയേറെ അപമാനങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും മാനസിക പീഡകളും കൂടെ അനുഭവിച്ച് തളർന്നു പോകുന്ന ജീവിതം, പ്രിയപ്പെട്ടവരിൽ നിന്ന് ചതിയും വഞ്ചനയും ഏൽക്കുന്നവർ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് ആരുമില്ല. അത് വലിയ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ അനുഭവിക്കുന്നവർ, മക്കളെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ, മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ ദുഃഖഭാരം വഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വീടില്ല, ജോലിയില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലാത്ത വിധം ക്ലേശം അനുഭവിക്കുന്നവർ, സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, വൈദികരുൾപ്പെടെ ഒരുപാട് സഹനങ്ങളുടെ വഴിയിലൂടെ പോകുന്നവർ. അങ്ങനെ വിഷമിക്കുന്ന മുഴുവൻ മക്കളെ നമുക്കിന്ന് ഈ കർത്താവിൻ്റെ ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രധാനപ്പെട്ട വചനമാണെന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനേക്കാരൻ ശിമയോനും നാട്ടിനും പുറത്തുനിന്ന് വന്ന് അതിലേക്ക് കടന്നു പോവുകയായിരുന്നു. യേശുവിനെ കുരിശു ചുമക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവനത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവൻ്റെ വലതുവശത്തും അപരനെ ഇടത്തു വലശത്തും. അതിലേ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവ്വം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ കുറിച്ച് സഭ ധ്യാനിക്കുന്ന ഈ നല്ല ദിവസത്തിൽ ഈ വചനം നമുക്ക് ധ്യാന വിഷയമാക്കാം. നമുക്കറിയാം, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അർത്ഥങ്ങൾ അറിയാം. മറ്റുള്ളവരുടെ പാപം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ പരിഹാര ബലിയർപ്പിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ പാപങ്ങൾ വഹിക്കുന്ന വലിയൊരു മഹത്തായ പ്രവൃത്തിയാണ് ഈശോ ചെയ്യുന്നത്. ലോകം മുഴുവൻ്റെയും പാപം അവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത്
ഓരോ അടികൾ അവന് കിട്ടുമ്പോഴും ഓരോ മുറിവുകൾ അവൻ്റെ ശരീരത്തിലുണ്ടാകുമ്പോഴും അത് മുഴുവൻ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കണ്ടുമുട്ടുന്നത്. എങ്ങനെയാണ് യേശുക്രിസ്തു ലോകരക്ഷകനായി മാറിയത് എന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ലോകരക്ഷകനായി മാറിയത് ഇങ്ങനെയാണ്. അതായത് പാപമൂലം നമുക്ക് നമ്മുടെ ദൈവത്തെ, സ്വർഗപിതാവിനെ നഷ്ടപ്പെട്ടു പോയി. ആദ്യ മാതാപിതാക്കൾ ആദം ഹൗവ അവർ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായി മരണം ലോകത്തിലേക്ക് വന്നു. അതായത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞുപോയി. നിത്യരക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ദൈവിക ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ പാപത്തിന്റെ മരണത്തിൽ കഴിയുകയാണ് തലമുറകൾ. തിരിച്ച് സ്വന്തം ഭവനത്തിലെത്താൻ പറ്റാതെ ആത്മാക്കൾ വിഷമിക്കുന്ന സമയം. അങ്ങനെ ദുഃഖഭാരം വഹിച്ചുകൊണ്ട് കഴിയുന്ന, വേദന കഴിയുന്ന, പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ജനതയാണ് ആയിരുന്നു അന്ന് വരെ നമ്മൾ. ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്തത് മൂലം എന്നേക്കുമായി പറുദീസായിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ ദൈവമക്കൾ, ഒരിക്കലും തിരിച്ചു പ്രവേശിക്കാൻ പറ്റാതെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളായിട്ട്, അല്ലെങ്കിൽ സഹനം അനുഭവിക്കുന്ന, ദൈവത്തെയും അതിന്റെ മുഖാഭിമുഖം കാണാൻ പറ്റാതെ പോകുന്ന ദൈവമക്കളെ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 3:24 ഇപ്പോൾ പ്രകാരം നാം വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് ആദത്തെയും ഹവ്വായെയും പറുദീസായിൽ നിന്ന് പുറത്താക്കിയ ശേഷം പറുദീസായിലേക്ക് ആരും കയറി വരാതിരിക്കാൻ വേണ്ടി അതിന് വാതിലടച്ചിട്ട് അവിടെ ഒരു വാൾ സ്ഥാപിച്ചിരിക്കുന്നു പറയും. എല്ലാ വശത്തേക്കും കറങ്ങുന്നൊരു വാൾ സ്ഥാപിക്കുകയാണ്. ആദ്യ മനുഷ്യന്റെ പാപം നിമിത്തം പറുദീസായുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. ആ വാതിൽ വീണ്ടും തുറക്കുന്നത് ഈശോ മിശിഹായാണ്. ഈശോ എങ്ങനെയാണ് തുറക്കുന്നത്? തന്റെ സഹന പീഡാനുഭവങ്ങളിലൂടെയാണ്. എന്താണ് സഹന പീഡാനുഭവം? അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. യോഹന്നാൻ 3:16 അവനെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ കണ്ടെത്തേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷയുണ്ടാകാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവൻ്റെ കുരിശിലേക്ക് ഉയർത്തപ്പെടുന്ന സംഭവമാണ്. മോശയുടെ കാലത്ത് നമുക്കറിയാം, ഇസ്രായേൽ ജനം സർപ്പദംശനമേറ്റ് മരിച്ചു വീഴുമ്പോൾ അവസാനം ദൈവം അവന് വെളിപാട് കൊടുക്കുന്നുണ്ട്. ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു വടിയിൽ കുത്തി നാട്ടി നിർത്തുക. എന്നിട്ട് ഇസ്രായേൽ ജനം അതിലേക്ക് നോക്കുക. അത് നോക്കുന്നവർക്കെല്ലാം സർപ്പദംശനത്തിൽ നിന്ന് മോചനം കിട്ടുക. വിഷം അവരെ ബാധിക്കില്ല. സർപ്പം പിന്നെ അവരെ ഉപദ്രവിക്കുമ്പോൾ ആ വിഷം, സർപ്പത്തിന്റെ വിഷം അവരെ ബാധിക്കില്ല. കാരണം അവർ നോക്കുന്നത് കൽവരി കുരിശിൽ 3 ആണുകളിൽ പരിഹാര ബലി അർപ്പിച്ച യേശുവിലേക്കാണ്. ആ കുരിശിൽ കിടക്കുന്നവൻ ഈശോ മിശിഹ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവനാണെന്ന് വിശ്വസിച്ച്, അവൻ നിന്റെ ദൈവവും നിന്റെ കർത്താവുമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാൽ മതി, ഈ സർപ്പത്തിന്റെ വിഷം ബാധിക്കില്ല. പഴയ നിയമത്തിൻ്റെ അടയാളമായിട്ടാണ് വരുന്നത്. മോശ എങ്ങനെ പിച്ചള സർപ്പം ഉണ്ടാക്കി മരുഭൂമിയിൽ ഇങ്ങനെ ഉയർത്തി നിർത്തുമ്പോൾ സർപ്പദംശനമേക്കുന്ന ഇസ്രായേൽ ജനം അതിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് രക്ഷ കിട്ടുന്നു, വിടുതൽ കിട്ടും. അതുകൊണ്ടാണ് കുരിശിലേക്ക് നോക്കുന്നവൻ രക്ഷപ്പെടും, ക്രൂശിതനിലേക്ക് നോക്കുന്നവൻ അവൻ എൻ്റെ ദൈവമാണ്. ആ മുറിപ്പാടുകൾ ഓരോന്ന് കാണുമ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ പാപങ്ങളുടെ പരിഹാരമാണ്, പരിഹാരം എടുത്തതാണ്, പരിഹാരം ചെയ്തപ്പോഴായ മുറിവുകളാണത്. എൻ്റെ ഓരോ പാപത്തിൻ്റെ, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ആത്മാവ് കൊണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ട് ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്തവനാണവൻ.
സങ്കീർത്തനം 34 4 മുതൽ 7 വരെയുള്ള വചനത്തിൽ അവനെ നോക്കിയവർ പ്രകാശം. അവിടേക്ക് നോക്കുമ്പോൾ, ആ കുരിശിലേക്ക് നോക്കുമ്പോൾ രക്ഷ കടന്നു വരികയാണ്. അപ്പോൾ എന്താണ് ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ അർത്ഥം? അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി. അതാണ് വലിയൊരു അത്ഭുതമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കുരിശിൽ രക്തം ചിന്തി മരിക്കുന്നു. റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വചനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മുടെ കർത്താവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് പറയും. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും കാണാൻ പറ്റും 2 കൊരിന്തോസിന്റെ 5-ാം അധ്യായത്തില് 21-ാമത്തെ വചനം. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഈശോയിലാണ് എല്ലാം വന്നു വീണത്. അവൻ ശിക്ഷ ഏറ്റെടുത്തു. ഗെത്സമേൻ തോട്ടം മുതൽ ഗാഗുൽത്താമല വരെ അവൻ കുരിശിൽ 3 നാളുകൾ തറയ്ക്കപ്പെട്ട് അവസാനത്തുള്ള ചോര ചിന്തുന്നത് വരെ ഈശോയെടുത്ത ഓരോ മുറിവുകളും ഓരോ സഹനങ്ങളും എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാര പ്രവൃത്തിയായിരുന്നു. പരിഹാരത്തിന്റെ പ്രവൃത്തി, പ്രാശ്ചിത്തത്തിന്റെ പ്രവൃത്തി. ആദം മുതൽ യേശുക്രിസ്തു വരെയും, യേശുക്രിസ്തു മുതൽ ലോകത്തിന്റെ അവസാനം വരെ ജനിക്കാൻ പോകുന്ന ആ വ്യക്തി വരെയുള്ള മുഴുവൻ ആളുകളുടെയും പാപങ്ങൾക്ക് ഈശോ മിശിഹ പരിഹാരം ചെയ്യുകയാണ് ഈ ദുഃഖവെള്ളിയാഴ്ച. അങ്ങനെയാണ് അവൻ നമ്മുടെ രക്ഷകനായി മാറുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59 1 മുതൽ 4 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, രക്ഷിക്കാൻ ആവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് എന്ന് പ്രവാചകനായ യെശയ്യാ പറയുമ്പോൾ, ഈ പാപം നീങ്ങാതെ ഇനി നമുക്കൊരിക്കലും ദൈവത്തിന്റെ തിരുമുഖം കാണുക സാധ്യമല്ലെന്ന് വ്യക്തമായി പഠിപ്പിക്കുക. അതുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ ഈശോയെ കാണുമ്പോൾ, ഈശോ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത്, ഈശോയെ കാണുന്ന സമയത്ത് സ്നാപകയോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്, തന്റെ ശിഷ്യന്മാരോട് ഉൾപ്പെടെ എല്ലാവരോടും പറയുക, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ലോകത്തിന്റെ പാപം നീക്കിയ ദൈവത്തിന്റെ കുഞ്ഞാട്. അതാണ് കുരിശിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. മർക്കോസ് സുവിശേഷത്തില് വചനമുണ്ട്, ചിലർ അവനെ തുപ്പാനും അവന്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ടിടിക്കാനും നീ പ്രവചിക്കുക എന്നവനോട് പറയാനും തുടങ്ങി. ഭൃത്യന്മാർ അവന്റെ ചെകിട്ടത്തടിച്ചു. ഈ പാപപരിഹാര ബലിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും, പഠിക്കണം. പഴയ നിയമത്തില് ഇസ്രായേൽ ഇടയിൽ ഇസ്രായേൽ ദേവാലയത്തിൽ നിരവധി ബലികൾ അർപ്പിച്ചിരുന്നു. സമാധാന ബലി, കൃതജ്ഞതാ ബലി, പ്രാശ്ചിത്ത ബലി, പാപപരിഹാര ബലി. ആണ്ടിലൊരിക്കലാണ് ജനത്തിനു വേണ്ടിയുള്ള പാപപരിഹാര ബലി അർപ്പിക്കപ്പെടുക. മറ്റു സമയങ്ങളിൽ ആളുകൾ വന്ന്, യഹൂദര് വന്ന് ദേവാലയത്തിൽ വന്ന് തങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാര ബലി അർപ്പിക്കുവാൻ കുടുംബമായിട്ടും കുലമായിട്ടും ഗോത്രങ്ങളായിട്ടും ഒക്കെ വന്നിട്ട് ഇവര് പരിഹാര ബലികൾ അർപ്പിക്കും. അത് പല ക്രമങ്ങളുണ്ട്. അതിലൊരു ക്രമം, അവര് ഒരു ആട്ടിൻകുട്ടിയെ, ഊനമറ്റ ആട്ടിൻകുട്ടി, ഊനമറ്റ അതിന്റെ ശരീരത്തിൽ ചുളിവുണ്ടാകാൻ പാടില്ല, ചില പൊട്ടുകൾ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ കുറെ സംഭവം, അംഗവൈകല്യം ഉണ്ടാകാൻ പാടില്ല, രോഗമുണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിയമമുണ്ട്.
അപ്പൊ ആ കുഞ്ഞാടിനെ ഇവരുടെ മുമ്പിൽ കൊണ്ടുവരണം. അപ്പൊ ഇവർ കൊണ്ടുവന്നിട്ട് ഒരു ബലിപീഠത്തിനടിക്കാൻ വരും. ആ ബലിപീഠത്തിന് ഒരു പുരോഹിതൻ കാണും. പുരോഹിതന്റെ അടുത്ത് വന്ന ശേഷം ഇവർ പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിന്റെ തലവൻ, ഗോത്രമാണെങ്കിൽ ഗോത്രത്തിന്റെ തലവൻ ആ കുഞ്ഞാടിന്റെ തലയിൽ കൈകൾ വെച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷം അവര് ദൈവത്തിനെതിരെയും സഹോദരങ്ങൾക്കെതിരെയും ചെയ്തു പോയിട്ട് തെറ്റുകൾ, പ്രത്യേകിച്ച് 10 പ്രമാണങ്ങൾ ഏതെല്ലാം കൽപ്പനകളാണ് രഹസ്യമായോ പരസ്യമായോ ലംഘിച്ചത്, ആ പാപങ്ങളെല്ലാം ഇവൻ കൈവച്ചിട്ട് ഇതിൻ്റെ മേൽ കൈവച്ചിട്ട് ഏറ്റുപറയും. എന്നിട്ട് അതിനെ അവിടെ വെച്ച് കൊല്ലും. കാരണം ഈ പാപം മുഴുവനും ഈ കുഞ്ഞാടിൻ്റെ മേലെ അവർ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിനെ കൊന്നിട്ട് അത് ചോരയെടുത്തിട്ട് ബലിപീഠത്തിലേക്ക് ഒഴുക്കിക്കൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കും. അപ്പോൾ അതിന് വിശ്വാസം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ കുഞ്ഞാട് മരിക്കുമ്പോൾ, ചോര ചിന്തി കഴിയുമ്പോൾ ആ ഗോത്രം മുഴുവനും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അവർ ചെയ്ത എത്ര വലിയ പാപമാണെങ്കിലും നീങ്ങിപ്പോയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആണ്ടിലൊരിക്കല് ജനത്തിനു വേണ്ടിയുള്ള പാപപരിഹാര ബലിയുണ്ട്. ആ പാപപരിഹാര ബലി അർപ്പിക്കേണ്ടത് പുരോഹിത ഗണത്തിലെ പ്രധാന പുരോഹിതനായിരിക്കും. ഈ പ്രധാന പുരോഹിതനെ തെരഞ്ഞെടുക്കുന്നതിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഒരു ദിവസം ദൈവജനവും പുരോഹിത ഗണവും എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. അപ്പൊ ജനം വിളിച്ചു പറയണം, ഇതിൽ ആരെയാണ് ഈ വർഷത്തെ പ്രധാന പുരോഹിതനാക്കേണ്ടതെന്ന്. ജനമാണ് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ഈ പ്രധാന പുരോഹിതന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ദൈവജനത്തിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചൊരുങ്ങും. ഒരുങ്ങിയിട്ട് ബലിയർപ്പണത്തിന്റെ ദിവസം വരുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ദേവാലയത്തിലും അതിന് പരിസരത്തുമായിട്ട് ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ചിലപ്പോൾ 2 ആട്ടിൻകുട്ടിയെ, കറയില്ലാത്ത ഊനമറ്റ 2 ആട്ടിൻകുട്ടിയെ കൊണ്ടുവരും. എന്നിട്ട് അതിനെ ലോട്ടിടും, ഒരെണ്ണത്തിന് തിരഞ്ഞെടുക്കും. അതിനെ പ്രധാന പുരോഹിതൻ ഈ അതിവിശ്വസ്ഥലത്തിന് വെളിയിലുള്ള ബലിപീഠത്തിന്റെ മുമ്പ് വെച്ച് ഇതിനെ കൊല്ലും. അപ്പം അതിനു മുമ്പ് ഈ പ്രധാന പുരോഹിതൻ ജനത്തിന്റെ പാപം മുഴുവനും, ആ ഒരു വർഷം ജനം ചെയ്തിട്ടുള്ള മുഴുവൻ പാപം ഇതിനോട് പറയും. ഇതിനോട് ഏറ്റെടുക്കുകയാണിത്. ഈ കുഞ്ഞാട്, ഈ ഊനമറ്റ കുഞ്ഞാടിനെ ഏൽപ്പിക്കുകയാണ്. ഒരു കർമ്മമാണിത്. ഇസ്രായേലിന്റെ ഇടയിൽ പാപപരിഹാര ബലിയുടെ കർമ്മം ഏൽപ്പിച്ചു കഴിയുമ്പോൾ അതിനെ അവിടെ വെച്ച് കൊല്ലും. കൊന്നിട്ട് അതിൻ്റെ ചോരയെടുക്കും. ആ ചോര കൊണ്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ, എല്ലാം കൊണ്ട് കയറാൻ പറ്റത്തില്ല. ബലിയർപ്പിച്ച കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവര് തുറന്നകത്തേക്ക് കയറും. കയറിയിട്ട് അവിടെ ആ ഒരു ബലിപീഠമുണ്ട്. അതിന് ചുറ്റും കെരൂബുകളെ ചിത്രണം ചെയ്തിട്ടുണ്ട്. അത് വിശുദ്ധമായ സ്ഥലമായിട്ട് സൂക്ഷിക്കുന്നു. ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അവിടെ ഈ കറയറ്റ കുഞ്ഞാണ്ട് ചോരയൊഴുക്കിക്കൊണ്ട് പാപപരിഹാരം നടത്തും. ജനത്തിനു വേണ്ടി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതിനുശേഷം അപ്പോൾ അത് ഏകദേശം സമയമെടുക്കും. ചിലപ്പോൾ 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്നൊരു പ്രാർത്ഥനയുടെ മണിക്കൂറുകളാണത്. ആ സമയത്ത് ദൈവജനം മുഴുവനും വെളിയിൽ ദേവാലയത്തിലും പരിസരത്തിലും അവരിങ്ങനെ ചെയ്തുപോയ തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഒരു സമയം കഴിയുമ്പോൾ ഈ പുരോഹിതൻ വിരി തുറന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ചോരയുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. ആ ചോരയിട്ട് ഇറങ്ങി വന്നിട്ട് ഹിസോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് അത് മുക്കി അതെടുത്ത് എല്ലാ മക്കളുടെ മേലും എല്ലാ ഇസ്രായേൽക്കാരുടെ മേലും തളിക്കും. ഒരു തുള്ളി ചോരയെങ്കിലും വീണിരിക്കണം എന്നാണ് നിയമം എല്ലാവരുടെയും ദേഹത്ത്. അത് വീണ് കഴിഞ്ഞ് ആരുടെ മേൽ ആ ചോരത്തുള്ളി വീഴുന്നോ അവൻ്റെ പാപങ്ങൾ നീക്കപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. ഇസ്രായേൽ പറയാറുണ്ട്, ദൈവജനം ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും, ആ പരിഹാര ബലി അർപ്പിച്ചു കഴിയുമ്പോൾ
ഇസ്രായേൽ ജനത്തിന് വലിയൊരു സമാധാനമുണ്ട്. ദൈവ സാന്നിധ്യം ഇവരിലേക്ക് വന്ന് നിറയുന്ന കാണാൻ പറ്റും. ആ സമയങ്ങളിൽ യുദ്ധത്തിന് പോയാൽ 100% വിജയിക്കും. ഒരു ശക്തികൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ആ സമയത്ത് ചിലപ്പോൾ അനുഗ്രഹത്തിന്റെ മഴ പെയ്യും. ആ സമയത്ത് ചിലപ്പോൾ അനുഗ്രഹത്തിന്റെ മഞ്ഞ് വന്നിട്ട് ഇസ്രായേൽ ജനത്തിന്റെ കൂടാരങ്ങളുടെ മേൽ പതിക്കും. ആ സമയത്ത് ചിലപ്പോൾ അനുഗ്രഹത്തിന്റെ കുളിർക്കാറ്റ് അവരുടെ മേൽ ആഞ്ഞടിക്കും. ആ സമയത്ത് വലിയൊരു അനുഗ്രഹം കിട്ടും. ആ സമയത്ത് പറയാറുണ്ട്, രോഗികൾ സുഖം പ്രാപിക്കും, പൈശാചിക ബന്ധനമുള്ളവർ സുഖം പ്രാപിക്കും. വലിയ അത്ഭുതങ്ങളുടെ മണിക്കൂറായിരിക്കും ആ പരിഹാര ബലിയുടെ സമയം, അതിനുശേഷമുള്ള സമയം. അപ്പൊ ആ കുഞ്ഞാടിന്റെ ചോര കൊണ്ട് കുഞ്ഞാടെന്ത് ചെയ്യുന്നു? ദൈവജനത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുക്കും. നമുക്കറിയാം, മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് പരിഹാരം ഒരു മൃഗത്തിന് ചെയ്യാനാവില്ല. സാധാരണ മൃഗത്തിന് ചെയ്യാൻ പറ്റത്തില്ലത്. മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യൻ തന്നെയാണ് പരിഹാരം ചെയ്യേണ്ടത്. എങ്കിലത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ, സമസമമാകത്തുള്ളൂ. മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് മനുഷ്യൻ പരിഹാരം ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ ഈശോ പരിഹാരം ചെയ്യുകയാണ്. പുതിയ നിയമത്തിൽ കണ്ടുമുട്ടുന്നത് ഈശോ പരിഹാരം ചെയ്യുകയാണ്. ശരിക്കും ഗെത്സമേൻ തോട്ടം മുതൽ ഗാഗുൽത്താ മല വരെയും കുരിശിൽ 3 ആണികൾ തറയ്ക്കപ്പെട്ട് കഴിയുമ്പോഴും മരിച്ചടക്കപ്പെട്ട സമയം വരെ, മരിക്കുന്ന സമയം വരെ ആ സഹനം മുഴുവനും ഈശോ എടുക്കുന്നത് നമ്മുടെ പാപങ്ങളാണ്. പാപപരിഹാര ബലിയാണ് നടത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, കൊളോസ്യസ് 1:24, സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് പറയുമ്പോൾ ഈ പാപപരിഹാര ബലി അത് തുടരുകയാണ്. അത് 1 മണിക്കൂറത്തെയോ അല്ലെ അരമണിക്കൂറത്തെയോ സഭയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന കൊണ്ട് മാത്രമല്ലത്. ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ ജീവിതത്തിൽ അനുനിമിഷം എടുക്കുന്ന സഹനങ്ങളും അത് ഒരു പാപപരിഹാര ശുശ്രൂഷയാണ്. ഒരു തെറ്റും ചെയ്യാതെ സഹിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ നാട് കടത്തപ്പെട്ട ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകൾ കേട്ടിട്ടുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ ഒരുപാട് രോഗങ്ങളും പീഡനങ്ങളും നരക യാതനകൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. നിഷ്കളങ്കങ്ങളായ കുഞ്ഞുങ്ങളുടെ സഹനങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്തവരുടെ സഹനങ്ങൾ, ഒരു പാപം പോലും ചെയ്യാത്ത ആളുകളുടെ സഹനങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം തന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണത്. പാപപരിഹാര ബലിക്കുള്ള കുഞ്ഞാടുകളാണ്. അങ്ങനെ ലോകത്തിൽ ദൈവം അങ്ങനെ ചില തിരഞ്ഞെടുപ്പുകൾ നടത്തും. ഓരോ കാലഘട്ടത്തിലും ചില ജീവിതങ്ങളെ ദൈവം കൊണ്ടുവരും. അവരുടെ ജീവിതം മുഴുവൻ സഹനമായിരിക്കും. ജന്മം മുതൽ മരണം വരെ സഹനമായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു അമ്മയാകാം, അപ്പനാകാം, മകനാകാം, മകളാകാം, നിന്റെ മകളുടെ ജീവിതമാകാം, നിന്റെ മകൻ്റെ ജീവിതമാകാം, നിന്റെ ഭർത്താവിൻ്റെ ജീവിതം, നിന്റെ ഭാര്യയുടെ ജീവിതം. ഒരു സഹനത്തിൻ്റെ കുഞ്ഞാട് അല്ലെങ്കിൽ പാപപരിഹാര ബലി അർപ്പിക്കുകയാണ്. ആർക്കു വേണ്ടി? ലോകത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ സഹിക്കുന്ന ആളുകൾ, മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി. ചില വൈദികർ ദൈവജനത്തിനു വേണ്ടി എടുക്കുന്ന സഹനങ്ങൾ, ചില മെത്രാന്മാർ സഭയ്ക്ക് വേണ്ടി എടുക്കുന്ന കണ്ണുനീരുകളും സഹനങ്ങളും, ചില മാർപ്പാപ്പന്മാർ എടുക്കുന്ന അതിഭയങ്കരമായ സഹനങ്ങൾ. ഇതെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ബന്ധമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെന്ന് ധ്യാനിക്കണം. നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് വിലയും നിലയും ഉണ്ടാകണമെങ്കിൽ, മഹത്വം ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്കുള്ളൊരു പരിഹാര പ്രവൃത്തിയായിട്ട് മാറ്റണം. പരിഹാരം, നിന്റെ ഭാര്യയുടെ പാപത്തിൻ്റെ ഒരു പരിഹാരമായിരിക്കാം ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത്. നിന്റെ ഭർത്താവിൻ്റെ തെറ്റിൻ്റെ ഒരു പരിഹാരം ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നുണ്ടാകാം. സഭയുടെ തെറ്റിൻ്റെ പരിഹാരം നമ്മളോട് ചെയ്യേണ്ടി വരും.
അത് നമ്മൾ തനിച്ചെടുക്കലല്ലത്, അത് യേശുവിൻ്റെ കുരിശിനോട് ചേർത്താണ്. നീയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, ബലിക്കുള്ള കുഞ്ഞാണ്. പലപ്പോഴും പൗരോഹിത്യ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോഴും, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോഴും, അപമാനമുണ്ടാകുമ്പോഴും, ഒറ്റപ്പെടലുണ്ടാകുമ്പോഴും, ദുരിതങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് പലപ്പോഴും തരുന്നൊരു പ്രചോദനം ഇതാണ്: നീയും ഒരു അറക്കപ്പെടേണ്ട ഒരു കുഞ്ഞാടാണ്. നമ്മൾ ഓരോരുത്തരും അറക്കപ്പെടാനുള്ള കുഞ്ഞാട്. മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി സഹിക്കാൻ അത് വലിയ ഒരു ഉദാത്തമായൊരു ദൈവവിളിയാണ്. ഏറ്റവും വലിയൊരു ദൈവവിളിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി, ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടി, ആരെങ്കിലുമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി, ആരെങ്കിലുമൊക്കെ അപകടത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി, ആരുടെയൊക്കെ പാപത്തിന് പരിഹാരം ചെയ്യുന്നത് അത് ഏറ്റവും ഉന്നതമായ, മഹത്തായ, ശ്രേഷ്ഠമായ ദൈവവിളിയാണ്. അത് ഈശോ നമുക്ക് വേണ്ടി സഹനപീഡാനുഭവങ്ങൾ എടുക്കുന്നത്. അതിന്റെ ഫലമാണ് പിതാവായ ദൈവം അവന് കൊടുക്കുന്ന ഒരു ഉയർപ്പിന്റെ ഒരു അനുഭവം, ഉത്ഥാനത്തിന്റെ ഒരു ആനന്ദമുണ്ടാകുക. പരിശുദ്ധ അമ്മ നമുക്കറിയാം, ആ കുരിശിന്റെ വഴിയിൽ നടന്നു പോകുമ്പോൾ നിശബ്ദയായി നിൽക്കുക. അവളും തൻ്റെ മകനെ പാപപരിഹാര ബലിക്ക് കൊടുക്കുന്ന ഒരമ്മ. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം മറ്റുള്ളവരെ രക്ഷിക്കലാണ്, ലോകത്തെ രക്ഷിക്കലാണ്, ലോകത്തെ വീണ്ടെടുക്കലാണ്. ഇവിടെ ഈശോയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ആ സഹനപീഡാ സമയത്ത് ഈശോ എടുക്കുന്ന വേദന, പരിഹാസം, നിന്ദനം, ആളുകൾ തുപ്പുന്നു, മുഖത്തെ ഇടിക്കുന്നു, കണ്ണുകൾ മൂടിക്കെട്ടിയിട്ട് പറയാ, നീ ദൈവപുത്രൻ, നീ പ്രവചിക്കുക, പരിഹസിക്കുന്നു. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ മുഴുവൻ വേദനകൾ നോക്കും, പരിഹസിക്കില്ല, എപ്പോഴും പരിഹസിക്കില്ല. ഇവനെ ഈശോ ഒന്നുമല്ലാത്താക്കി തീർക്കുക. ദൈവപുത്രനെ, ഒരു കുഞ്ഞാടിനെ, ഉനമറ്റ കുഞ്ഞാടിനെ, ലോകരക്ഷകനെ പീഡിപ്പിക്കുക. ഇതേ പീഡനങ്ങളോട് കടന്നു പോകുന്ന ദൈവമക്കൾ ഇന്നുണ്ടാകും. അച്ഛനെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സഹനങ്ങളുടെ തീയിൽ കിടക്കുന്ന മക്കളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെക്കണം. ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കണം. ഏറ്റവും വലിയ വിളിയാണ് സഹന ബലിയർപ്പിക്കാനുള്ള വിളി. അത് അൾത്താരയിലുള്ള ബലിയർപ്പണത്തിനും അപ്പുറം ജീവിതം കൊണ്ട് ബലിയർപ്പിക്കലാണ് ഏറ്റവും ഉദാത്തമായ ജീവിതം. എൻ്റെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക. കുടുംബങ്ങൾ തകരുന്നത് അവിടെ സാക്രിഫൈസ് ചെയ്യാൻ ആരുമില്ല. സ്വന്തം സന്തോഷത്തെ മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ അത് ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അപ്പനമ്മയും അപ്പനമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ പരസ്പരം പരിഗണിക്കാൻ വേണ്ടി, അംഗീകരിക്കാൻ വേണ്ടി ചെയ്ത കാര്യം, സ്വന്തം സന്തോഷം കഴിയുന്നു. ചില മാതാപിതാക്കളുണ്ടല്ലോ, അവർക്കെന്തോ ആവും, പക്ഷെ ഒന്നും ചെയ്യാതെ സഹനം എടുക്കുക, അവർ ബലിയർപ്പിക്കുന്നവർ. അതാണ് ബലിയർപ്പണം. ലോകത്തിൽ നമുക്കറിയാം, വിശുദ്ധര് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം തൂങ്ങപ്പെട്ട രൂപ, ഈശോമിശിഹായുടെ കുരിശ് രൂപ, ബെനഡിക്റ്റിൻ കുരിശൊക്കെ നമുക്കറിയാം. ഇത് കാണുമ്പോൾ പിശാച് ഭയന്നോടുക. ഈ ലോകത്തിൽ പിശാച് ഓടുന്നത് ആരുടെ മുമ്പിൽ സാറ്? സഹിക്കുന്നവൻ്റെ മുമ്പിൽ പിശാചിനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്തു പറഞ്ഞാലും അത് പരിഹാര ബലിയാക്കുന്നവനെ അവനടുക്കില്ല. എന്ത് ചെയ്താലും പ്രതികരിക്കാത്തവൻ്റെ അടുക്ക് നിൽക്കില്ല. സഹിക്കുന്നവനായി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ദൈവജനത്തിന് സഹിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു പിശാചിനും നിൽക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു പിശാചിനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത് വിജയമാണത്. 1 കൊറിന്തോസ് 1:18 പൗലോസ് ശ്ലീഹ പഠിപ്പിക്കും, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കും അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. അവൻ നമുക്ക് വേണ്ടി
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരത്തിൻ്റെ പ്രവൃത്തിയാണ് കുരിശുമരണം. പരിഹാരം ചെയ്യുകയാണ്. പരിഹാരം ചെയ്തു കഴിഞ്ഞു. ആണ് ഈ സഹോദരൻ എല്ലാം പൂർത്തിയായി എന്ന വാക്ക് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര ബലി പൂർത്തീകരിക്കപ്പെട്ടു യേശു ക്രിസ്തുവിലൂടെ. ഇനി ആരും വേണ്ട, ഇനി ആരും പരിഹാരം ചെയ്താൽ ആകില്ല. ഒരു പരിഹാര ബലിയുള്ളൂ, യേശുവിടെ ബലി പൂർത്തിയായി. ലോകം മുഴുവൻ രക്ഷ പ്രാപിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം ആ രക്ഷ സ്വന്തമാക്കാൻ? പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്ന പോലെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന പിച്ചള സർപ്പം ഒരു കൊമ്പേല് ഉയർത്തി വെച്ച് അതിലേക്ക് നോക്കാൻ പറഞ്ഞു. അതായത് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ സാത്താൻ്റെ തല തകർക്കപ്പെടാൻ പോവുക. അതിൻ്റെ അടയാളമാണ് പഴയ നിയമത്തിൽ കാണിച്ചത്. ഇവിടെ ആരെല്ലാം ആ കുരിശിനെ നോക്കുന്നു, യേശുവോട് തിരുശരീരത്തേക്ക് നോക്കുന്നു, കുരിശുരൂപത്തിലേക്ക് നോക്കുന്നു, അവരെല്ലാം രക്ഷപ്പെടും. പിശാസിൻ്റെ അല്ലെങ്കിൽ സർപ്പദംശനത്തിൽ അവർ മരിച്ചു പോകില്ല. സർപ്പം എന്തേരെ അവരെ ഉപദ്രവിച്ചാലും അവർ മരിക്കില്ല. പിശാസ് നിങ്ങൾ എന്തേരെ പീഡിപ്പിച്ചാലും നിങ്ങളുടെ ആത്മാവ് നശിച്ചു പോകില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിനോടാണ് ഐക്യപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ, അവനെ നിങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും നാഥനുമായാണ് സ്വീകരിച്ചിരിക്കുന്നെങ്കിൽ ഒരിക്കൽ നിങ്ങൾക്ക് അപകടമുണ്ടാകില്ല, ആത്മനാശം ഉണ്ടാകില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ അല്പനേരം നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പോവാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കർത്താവിൻ്റെ തിരുക്കുരിശിലേക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ തിരുക്കുരിശിലേക്ക് നമുക്ക് നോക്കാം. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഈ വലിയ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമുക്ക് നന്ദിയോടെ കർത്താവിനെ നോക്കാം. നമ്മളുള്ള സ്നേഹത്തെ പ്രതി, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത യേശുവിനെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിടും ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നിടും ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിടും ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല.
എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേ ഉള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേ ഉള്ളൂ. കരങ്ങൾ ഉയർത്തി നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, യേശുവിനെ ആരാധിച്ചു വണങ്ങാം. സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയർപ്പിച്ചവനെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന യേശുവേ, ഈശോയേ, ഓ ഈശോയേ. ഹല്ലേലൂയ. 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 You are my Lord, you are my Lord. You are risen from the dead and you are my Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Lamb of God, Lamb of God, you are risen from the dead and Lamb of God. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Yeshua, Yeshua, hallelujah, hallelujah. And yours is the kingdom, yours is the power, yours is the glory forever. Amen. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം സ്തുതിക്കാം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh Jesus, we love you, Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റവിളി വിശോ. ഹല്ലേലൂയ, ആരാധന. ക്രൂശിതനെ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും മുറിവുകളെല്ലാം ആ തിരുമുറിയിലേക്ക് സമർപ്പിക്കുക. ഒരു നിമിഷം സമർപ്പിക്കുക. And yours is the kingdom, yours is the power, yours is the glory forever. Amen. And yours is the kingdom, yours is the power, yours is the glory forever. Amen. And yours is the kingdom, yours is the power, yours is the glory forever. Amen. And yours is the kingdom, yours is the power, yours is the glory forever. Amen. Yeshua,
കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.